കാട്ടിലെ രാജാവാരാ മക്കളെ? സിംഹമാണ്. ആ വിവരം ഇന്നോളം ഒരു സിംഹം അറിയില്ല. സിംഹത്തിനറിയാമോ താനാണ് കാട്ടിലെ രാജാവെന്ന്? അതാര് നിശ്ചയിച്ച്? നമ്മൾ നിശ്ചയിച്ചു കൊടുത്തതല്ലേ. ആ വിവരം സിംഹം അറിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് കൊട്ടാരം പോകണം, സിംഹാസനം പോകണം എന്ന് പറയും. സിംഹത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യന്മാരാ സിംഹാസനത്തിൽ ഇരിക്കുന്നേ. അത് വെറും മടയിൽ ഇങ്ങനെ വെറും നിലത്ത് കിടക്കുക. അതിന് ആലവട്ടവും ബെഞ്ചാമരവും അകമ്പടിയും എസ്കോർട്ടും ഒന്നുമില്ല. അത് സാധാരണ ഒരു ജീവി മാത്രമാണ്. മൃഗങ്ങൾക്കൊന്നും താൻ ആരാണെന്നറിയില്ല. താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആനയുമില്ല. ഈ ഭൂമിയിലെ പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും എല്ലാം പേര് കൊടുത്ത നമ്മളാ. ഏതെങ്കിലും മൃഗത്തിന്റെ പേര് മൃഗം ഇട്ടിട്ടുണ്ടോ? മനുഷ്യൻ വന്നതിന് ശേഷം ഇതിന് ശേഷം മൃഗങ്ങൾ പേരുണ്ടായിട്ട് മൃഗങ്ങൾക്ക് മൃഗമെന്ന് പേരിട്ടത് നമ്മളാ. അതുകൊണ്ട് ആത്മബോധം തന്നിലേക്ക് തന്നെ പറ്റി ചിന്തിക്കുന്നത് ആരാ? മനുഷ്യൻ അകത്തേക്ക് നോക്കുന്നത് കൊണ്ടാ. മൃഗങ്ങൾക്കൊന്നും അകത്തു നോക്കാൻ അറിയില്ല. നമുക്ക് ദർശനമുണ്ട്, കാഴ്ചയുണ്ട്. പക്ഷെ ആ കാഴ്ച പുറത്തേക്ക് മാത്രമല്ല. ഉച്ചയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പാരക്ഷയേകൂ, സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. എന്ത് ദർശന? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ കനക വിഗ്രഹം എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചതെന്നാ നിങ്ങൾ ധരിച്ചു പോയത്? അല്ല. അവിടെ പോകുമ്പോ കാണുന്ന ദർശനം എന്താ? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി, ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി, 18 പടി കയറി ഭഗവാനെ തൊഴുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ദർശനം? ചാന്ദാഗ്യോപനിഷത്തിലെ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ നിന്ന് പുറത്തു വന്ന ദർശനം. എന്താ അത്? ഉദ്ദാലകാരുണി മഹാപണ്ഡിതനാ. ആ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി തന്റെ പുത്രനായ ശ്വേതകേതുവിനെ എല്ലാം പഠിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അധ്യാപകനാണ്. എന്താ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ? ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്ന് പ്രാർത്ഥിച്ചല്ലോ ഇവിടെ. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പ്രാർത്ഥന മാറി കേട്ടോ. ഇപ്പോഴത്തെ പ്രാർത്ഥന പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമാന്നാക്കി മാറ്റി. ഇപ്പം പേരിന് ഇത് പ്രാർത്ഥിക്കും, പുറത്തല്ല ഇതാ പരിപാടി അല്ലേ?